ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും സ്കിൽ റൈനോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ മിസ്സാക്കരുത്, കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമായെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മണ്ണിനെ കുറിച്ചാണ്. നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പഠിക്കാണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ്, നമുക്ക് ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം. ഇത് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന ഒരു പ്രക്രിയ ഉണ്ടാവുമല്ലോ, അതായത് ഈ മണ്ണ് ഇങ്ങനെ രൂപം കൊണ്ടുവരണ്ടേ, ഈ മണ്ണ് രൂപം കൊള്ളുന്ന ഈ പ്രക്രിയയാണ് പെഡോജെനിസിസ് എന്നറിയപ്പെടുന്നത്. ഇത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് നമ്മൾ ചെറുപ്പത്തിൽ മണ്ണിൽ എന്തെങ്കിലും കളിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? അയ്യോ, നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടുന്ന ആലോചിക്കും അല്ലേ? നമ്മൾ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് പെട, ഓക്കെ, പെട, അത് വെച്ചിട്ട് പെഡോളജി കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും. എന്താണ്? മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ മണ്ണാണ് പെട എന്നത് വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അമ്മയുടെ കയ്യിൽ നിന്നും നല്ല പെട കിട്ടും. അത് വെച്ച് എന്ത് കണക്ട് ചെയ്യണം? പെഡോളജി എന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു മണ്ണിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് പെഡോളജി അല്ലേ? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്നുള്ളത് നമ്മൾ പഠിച്ചു. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി നമുക്ക് കിട്ടി, പെട വെച്ച് കണക്ട് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മണ്ണ് രൂപം കൊള്ളുന്ന ഒരു പ്രക്രിയയാണ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ് ആണ്. അപ്പൊ രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ് രൂപം കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ മണ്ണ് ജനിക്കുകയാണ്, ജെനിസിസ് അല്ലേ? പെഡോജെനിസിസ്. അപ്പൊ പെഡോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ്? പെഡോളജി, മണ്ണിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ ഏതാണ്? പെഡോജെനിസിസ്. എന്താണ്? മണ്ണ് ജനിക്കുന്നു. ഓക്കെ, മണ്ണ് ജനിക്കുന്നു, കണക്ട് ചെയ്യുക. മണ്ണ് ജനിക്കുന്നു, അത് വെച്ച് കണക്ട് ചെയ്യുക. പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. അതെങ്ങനെ കണക്ട് ചെയ്യുക? മണ്ണ് ജനിക്കുന്നു എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യുക. അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനം മറക്കരുത്, എപ്പോഴും ചോദ്യം വരും. ഓക്കെ, മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. ഇനി മണ്ണ് ദിനം എന്നാണ്. ഡിസംബർ 5-നാണ് മണ്ണ് ദിനം. ഡിസംബർ 5-ആണ് മണ്ണ് ദിനം. ഇവിടെ പോയിട്ട് 15 മാർക്ക് ചെയ്യരുത്. ഓപ്ഷൻ എയിൽ ഈ 15 കിടക്കുന്നുണ്ടാവും, ഇത് തെറ്റാണ്. ഓക്കെ, 15 തെറ്റാണ്. ഡിസംബർ 15 അല്ല ആൻസർ. 15 നമുക്ക് കണക്ട് ചെയ്യേണ്ടത് വർഷത്തിലാണ്. മണ്ണ് വർഷം ചോദിച്ചാൽ 2015 ആണ്. ഓക്കെ, അപ്പൊ മണ്ണ് ദിനം എപ്പോഴാണ്? മണ്ണ് ദിനം ഡിസംബർ 5-ആണ്. മണ്ണ് ദിനം ഡിസംബർ 5-ആണ്. മണ്ണ് വർഷം 2015 ആണ്. 2015 എന്താണ്? മണ്ണ് വർഷമാണ്. അപ്പൊ പയറ് വർഷം എപ്പോഴാണ്? 2016-ആണ്. മില്ലറ്റ് വർഷം എപ്പോഴാണ്? 2023-ആണ്. അങ്ങനെ ഓരോന്നും പഠിച്ചു വെക്കുക. കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളുണ്ട് അല്ലേ? നെല്ല് വർഷം 2004-ആണ്. 2004 നെല്ല്, അങ്ങനെ നടത്തിയിട്ടുണ്ട് 4 നെല്ല്. ഓക്കെ, അപ്പൊ അന്ന് ഓരോന്നും പഠിച്ചു വെക്കുക. അപ്പൊ 2015 പ്രധാനപ്പെട്ടതാണ്. 2015-ആണ് മണ്ണ് വർഷം. ഡിസംബർ 5-ആണ് മണ്ണ് ദിനം. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. അത്ര കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പെഡോജെനിസിസ് ആണ്. മണ്ണ് ദിനം ഡിസംബർ 5-ആണ്. മണ്ണ് വർഷം 2015-ആണ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റില്ല. മണ്ണ് ദിനം പഠിക്കണം, ചോദ്യം വരും. മണ്ണ് വർഷം റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. പെഡോളജിയും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പെഡോളജിയും മണ്ണ് വർഷം, ഇത് രണ്ടും നല്ല റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കി രണ്ടും നല്ലവും ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടെയാണ്. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. അടുത്തത് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് ഇന്ത്യയിൽ കൂടുതൽ ഉയർന്ന ഫലഭൂഷ്ടി, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ. ഓക്കെ, എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ് അഥവാ അല്ലൂവിയൽ സോയിൽ ആണ്. വളരെ ഉയർന്ന ഫലഭൂഷ്ടിയാണ് ഇതിനുള്ളത്. ഉയർന്ന ഫലഭൂഷ്ടിയുള്ള മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ്. ഉയർന്ന ഫലഭൂഷ്ടിയുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇത് എന്തിനു ഇവിടെ പഠിച്ചു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എക്കൽ മണ്ണിനെ കുറിച്ചുള്ള സവിശേഷതകൾ കൊടുക്കുമ്പോൾ അതിലേക്ക് കൊടുക്കും വളരെ കുറഞ്ഞ ഫലഭൂഷ്ടിയാണ് ഇതിനുള്ളതെന്ന് കൊടുത്താൽ അത് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഉയർന്ന ഫലഭൂഷ്ടി എന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? എക്കൽ മണ്ണാണ് അഥവാ അല്ലൂവിയൽ സോയിൽ. അല്ലു എന്ന് തന്നെ പഠിച്ചു. അല്ലു നെല്ല്. ഓക്കെ, അല്ലു നെല്ല് അങ്ങനെ കണക്ട് ചെയ്തു. അല്ലു നെല്ല് എന്നതിന് ല്
ലു. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത് എന്ന് അഥവാ ചോദ്യം വന്ന അതേതാണ്? അല്ലൂവിയൽ സോയിലാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അവിടെ കൊടുത്തിട്ടുണ്ട് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്. ഓക്കെ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നു. ഓക്കെ, എക്കൽ മണ്ണ് എങ്ങനെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നതാണ് എക്കൽ മണ്ണ്. ഓക്കെ, രൂപം കൊള്ളുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. കൃഷിക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് അതായത് നമ്മുടെ ഇന്ത്യയുടെ വിസ്തൃതിയുടെ 40% എന്താണ്? 40% എക്കൽ മണ്ണാണ്. പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണാണ് ഖാദർ. പഴയത് അല്ലെ, പഴയ എക്കൽ മണ്ണാണ് ബംഗർ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ഇത് രണ്ടും പഠിച്ചു വെച്ചോ. പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിന്റെ പേരാണ് ഖാദർ, പഴയ എക്കൽ മണ്ണാണ് ബംഗർ. ഓക്കെ, നമ്മൾ ഭംഗം സംഭവിച്ചു എന്നൊക്കെ പറയില്ല, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. പഴയ ആളല്ലേ, അപ്പൊ ഭംഗം സംഭവിച്ചു, അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പുതിയതായി രൂപം കൊള്ളുന്ന ആളാണ് ഖാദർ. ഓക്കെ, പുതിയതായി രൂപം കൊള്ളുന്ന മണ്ണിനും ഖാദർ, പഴയ എക്കൽ മണ്ണാണ് ബംഗർ. ഓക്കെ, ഇന്ത്യയിൽ എത്ര ശതമാനം? ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 40% എന്താണ്? എക്കൽ മണ്ണാണ്. 40% എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും. അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നു. കൃഷിക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന മണ്ണിനം ഏത്? കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഓക്കെ, രാജ്യത്തിന്റെ വിസ്തൃതിയുടെ 40%. പുതിയതായി രൂപം കൊള്ളുന്നതിന്റെ പേരെന്താണ്? ഖാദർ, പഴയത് ബംഗർ. ഓക്കെ, ബംഗർ, ബംഗം വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, പഴയത് ബംഗർ. ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണ്. കേരളത്തിലാണെങ്കിലോ അത് ചെങ്കൽ മണ്ണാണ് അല്ലേ? നമുക്ക് പഠിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെങ്കൽ മണ്ണാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്നുള്ളത് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത സ്ലൈഡ് നോക്കാം. അടുത്തത് നമുക്ക് കറുത്ത മണ്ണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കറുത്ത മണ്ണ്. എപ്പോഴും ചോദ്യം വരുന്നതാണ് ഈ ചോദ്യം. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിക്കും. ഓക്കെ, റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് അല്ലേ? പരുത്തി അല്ലേ? കറുത്ത പരുത്തി മണ്ണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. കറുത്ത പരുത്തി മണ്ണ്. ഓക്കെ, അപ്പൊ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് കറുത്ത പരുത്തി മണ്ണ്, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. എന്താണ്? കറുത്ത പരുത്തി മണ്ണ്. അപ്പൊ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം അല്ലെ? ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനമാണ് ഈ കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷി, അതുപോലെ തന്നെ കരിമ്പ് കൃഷിക്കും കൂടെ പഠിച്ചു വെച്ചോ. പരുത്തി, കരിമ്പ് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ്. കേരളത്തിൽ കൂടുതലായും കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിൽ കൂടുതലായി കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. അത് പഠിച്ചു വെക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിക്കും. പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതെന്ന് ചോദ്യം വരും. പിന്നെ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം ഏതെന്ന് ചോദ്യം വരും. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുക. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? അത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിൽ കൂടുതലായി കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ചെമ്മണ്ണ്. ശ്രദ്ധിച്ച് പഠിക്കണം. ചെമ്മണ്ണ് വേറെയാണ്, ചെങ്കൽ മണ്ണ് വേറെയാണ്. ചെമ്മണ്ണാണ് ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം. ഒമിനി ബസ് ഗ്രൂപ്പ്, ഒരു ചോദ്യം ഇത് വരും. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിക്കും. ഏറ്റവും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതും റിപ്പീറ്റ് ചെയ്യുന്നതുമായ ചോദ്യമാണ്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം. ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. അയൺ ഓക്സൈഡ് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. ഫലപുഷ്ടി താരതമ്യേന കുറവാണ്. ഫലപുഷ്ടി താരതമ്യേന എന്താണ്? കുറവാണ്. അപ്പൊ ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ചെമ്മണ്ണാണ്. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ചെമ്മണ്ണ്. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കറുത്ത മണ്ണ്. ഈ ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അയൺ ഓക്സൈഡിന്റെ
സാന്നിധ്യം അല്ലേ? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം. പിന്നെ ഇരുമ്പിന്റെ അംശം എന്താണ്? വളരെ കൂടുതലാണ്. ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. ഫലപുഷ്ടി മറ്റു മണ്ണുകളെ അപേക്ഷിച്ച് താരതമ്യേന എന്താണ്? ഫലപുഷ്ടി കുറവാണ്. ഓക്കെ, ഫലപുഷ്ടി കൂടുതൽ നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്കൽ മണ്ണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൃഷിക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ് അല്ലേ? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് എക്കൽ മണ്ണാണ്. ഇനി പരുത്തി കൃഷിക്ക് അല്ലെ, പരുത്തി കൃഷിക്കും കരിമ്പിനൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. പരുത്തിക്കും കരിമ്പിനും ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. പിന്നെ നമുക്ക് അതുപോലെ ചോദ്യം വരും, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം പീറ്റ് മണ്ണാണ്. പീറ്റ് മണ്ണ്. ഓക്കെ, പീറ്റ് മണ്ണാണ്. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണ് പഠിച്ചു വെക്കണേ. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. അപ്പോൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെമ്മണ്ണാണ്. പിന്നെ എന്താണ് ഈ ചെമ്മണ്ണിന് ചുവപ്പ്? ചെമ്മണ്ണ് പറയുമ്പോൾ ഒരു ചുവന്ന മണ്ണാണല്ലോ അല്ലേ? അപ്പൊ ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. ഫലപുഷ്ടി എന്താണ്? താരതമ്യേന മറ്റു മണ്ണുകളെ അപേക്ഷിച്ച് താരതമ്യേന അതിനെന്താണ്? കുറവാണ്. ഓക്കെ, കുറവാണെന്ന് പഠിച്ചു വെക്കുക. അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണും അഥവാ അല്ലൂവിയൽ സോയിലും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ചെങ്കൽ മണ്ണ് അഥവാ ഇതിങ്ങനെ മലയാളത്തിൽ തരും. ഓക്കെ, മലയാളത്തിൽ തരുമ്പോൾ ചെങ്കൽ മണ്ണ് നല്ല ഇംഗ്ലീഷിൽ എഴുതി തരും. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ലാറ്ററൈറ്റ് മണ്ണ് എന്നാണ് വരിക. അപ്പോൾ ഇതും പഠിച്ചു വെക്കണം. ഈ പേര് എന്തായാലും പഠിച്ചു വെക്കണം. കൂടുതലും ഇങ്ങനെയാണ് ഓപ്ഷൻ വന്ന് കണ്ടിട്ടുള്ളത്. ലാറ്ററൈറ്റ് മണ്ണ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. ചെങ്കൽ മണ്ണ് എന്ന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചെങ്കൽ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ എന്നത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിലാണ്. പ്രക്രിയ, അതായത് ഈ ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ലാറ്ററൈറ്റ് സോയിൽ. സിമ്പിളാണ്. ലാറ്ററൈറ്റ് സോയിൽ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ലാറ്ററൈസേഷൻ. തേയില, കാപ്പി, റബ്ബർ, കശുവണ്ടി, തെങ്ങ്, മരച്ചീനി എന്നിവയുടെയൊക്കെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. തേയില, കാപ്പി, റബ്ബർ, കശുവണ്ടി, തെങ്ങ്, മരച്ചീനി. അതിൽ ഈ റബ്ബറൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കേരളത്തിൽ കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ കശുവണ്ടി, തെങ്ങ്, മരച്ചീനി. ഓക്കെ, ഇതിനൊക്കെ അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? ചെങ്കൽ മണ്ണ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചോദ്യം വരും. ചെങ്കൽ മണ്ണാണ്. ഈ ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ലാറ്ററൈസേഷൻ. ലാറ്ററൈറ്റ് സോയിൽ എന്നാണ് ചെങ്കൽ മണ്ണിനെ നമ്മൾ പറയുക. അപ്പൊ ലാറ്ററൈസേഷൻ രണ്ടിനും സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ ലാറ്ററൈസേഷൻ. തേയില, കാപ്പി, റബ്ബർ, കശുവണ്ടി, മരച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് പീറ്റ് മണ്ണ്. ഓക്കെ, ജൈവവസ്തുക്കളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നു. ജൈവവസ്തുക്കളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നു. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഇത് പഠിച്ചു തന്നെ വെക്കുക. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? പീറ്റ് മണ്ണ്. അപ്പൊ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം പീറ്റ് മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം എക്കൽ മണ്ണ്. കരിമ്പ്, പരുത്തി എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണ്. ഏതാണ്? പീറ്റ് മണ്ണ്. ഒരു വട്ടം കൂടെ, പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. അടുത്തത് പർവ്വത മണ്ണ്. പർവ്വത മണ്ണ് നോക്കാം. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം പർവ്വത മണ്ണ് പറയുമ്പോൾ എന്താവും? അതിന് ജൈവാംശം വളരെ കൂടുതലാവും. അപ്പൊ ജൈവാംശം കൂടുതലുള്ള മണ്ണിനമാണ് പർവ്വത മണ്ണ്. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ആപ്പിൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ് അല്ലെ? എന്നിവയൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണിനമാണ് പർവ്വത മണ്ണ്. നമുക്ക് സിമ്പിളായി കണക്ട് ചെയ്യാൻ പറ്റും. ഈ തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ കുന്നുകളിലാണ്. ഓക്കെ, അപ്പോൾ അത് പർവ്വത മണ്ണിലാണ് ഉണ്ടാവുക. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പർവ്വത മണ്ണ് കണക്ട് ചെയ്യാൻ പറ്റും. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ആപ്പിൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യം ഏതാണ്? പർവ്വത മണ്ണാണ്. അപ്പോൾ ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? അത് പർവ്വത മണ്ണാണ്. ഫലഭൂഷ്ടി കൂടിയ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് എക്കൽ മണ്ണാണ്. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടിയ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് ചെമ്മണ്ണാണ് അല്ലേ? ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. ഇനി ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയോ? നമുക്ക് നോക്കാം. ഇതുവരെ പഠിച്ചത്, അതായത് എന്താണ് മണ്ണ് വർഷം അല്ലെ? അന്താരാഷ്ട്ര മണ്ണ് വർഷം ചോദ്യം വന്ന എപ്പോഴാണ്?
15-ലാണ് മണ്ണ് വർഷം. മണ്ണ് ദിനം എപ്പോഴാണ്? ഡിസംബർ 5 മണ്ണ് ദിനം ഡിസംബർ 5 മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെടോ, അമ്മയുടെ മുമ്പിൽ എങ്ങാനും പോയി പെടോ, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും. അപ്പൊ പെട വെച്ച് കണക്ട് ചെയ്യുക. പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം. പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം, ഓളജി വെച്ച് കണക്ട് ചെയ്യുക. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം. പെഡോജെനിസിസ് ജനിക്കുക, മണ്ണ് ജനിക്കുക, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണ്. ഓക്കെ, എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഈ എക്കൽ മണ്ണ് എന്താണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. പഠിച്ചു വെക്കുക. പിന്നെ കറുത്ത മണ്ണ് എന്താണ്? റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് അല്ലേ കറുത്ത പരുത്തി മണ്ണെന്ന് പഠിച്ചു വെക്കുക. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും ഏതാണ്? കറുത്ത മണ്ണാണ്. ഓക്കെ, അപ്പൊ കറുത്ത മണ്ണും ക്ലിയർ ആയി. കറുത്ത മണ്ണ് ക്ലിയർ അല്ലേ? കറുത്ത പരുത്തി മണ്ണ് എന്നത് പഠിച്ചു വെക്കുക. കറുത്ത പരുത്തി മണ്ണ്. ഓക്കെ, പരുത്തി എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ് കേട്ടോ. അത് രണ്ടും ചോദ്യം വരുന്ന സാധനമാണ്. ഓക്കെ, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് പഠിച്ചു വെക്കണം. പീറ്റ് മണ്ണാണ്, എപ്പോഴും ചോദിക്കും. ഓക്കെ, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? നെല്ല്, അല്ലുവിയൽ സോയിലാണ്. പിന്നെ കരിമ്പ്, പരുത്തി എന്നിവയുടെ കൃഷിക്കാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കറുത്ത മണ്ണാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ മണ്ണുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം എങ്ങനെയൊക്കെ ചോദ്യം വരുന്നു എല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മണ്ണിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മണ്ണ് വർഷം, മണ്ണ് ദിനം, മണ്ണിനെ കുറിച്ചുള്ള പഠനം, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ, ഓരോന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടി, ഏകദേശം പഠിച്ച് സെറ്റായി. ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ച് പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്